ഹലോ സ്റ്റുഡൻസ്, അപ്പം നമുക്ക് ഇന്ന് WREയിലെ മൊഡ്യൂൾ 1-ലെ അടുത്ത ലെക്ചർ എന്ന് വെച്ചാൽ ലെക്ചർ 3-ലോട്ട് പോകാം. അപ്പം ലെക്ചർ 1 അല്ലെങ്കിൽ പാർട്ട് 1-ൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? പ്രസിപ്പിറ്റേഷൻ എന്താണ്, അതിൻ്റെ പല ഫോംസ്, ടൈപ്സ് ഒക്കെ ആയിരുന്നു. പിന്നെ പാർട്ട് 2-ൽ അല്ലെങ്കിൽ ലെക്ചർ 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ഈ പ്രസിപ്പിറ്റേഷൻ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, റെയിൻ ഗേജ് എന്തൊക്കെയാണ്, പിന്നെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, റെയിൻ ഗേജ് ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം, ഒപ്റ്റിമം നമ്പർ ഓഫ് റെയിൻ ഗേജസ് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതൊക്കെയായിരുന്നു. ഓക്കെ, അപ്പം നമുക്കിനിയും പാർട്ട് 3 അല്ലെങ്കിൽ ലെക്ചർ 3-ലോട്ട് പോകാം. നമ്മുടെ സിലബസിൽ അടുത്ത പോർഷനിലോട്ട് പോകാം. അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പോർഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് മീൻ റെയിൻഫോൾ ആണ്. ഓക്കെ, അപ്പം ഒരു ഏരിയയുടെ ആവറേജ് റെയിൻഫോൾ അല്ലെങ്കിൽ മീൻ റെയിൻഫോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം മെയിൻലി 3 മെത്തേഡ് ഉണ്ട്. ഒന്ന് അരിത്തമെറ്റിക് മീൻ മെത്തേഡ്, സെക്കൻഡ് വൺ തീസൺസ് പോളിഗൺ മെത്തേഡ്, മൂന്നാമത്തത് ഐസോഹൈറ്റൽ മെത്തേഡ്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്താ നോക്കാം, അരിത്തമെറ്റിക് മീൻ മെത്തേഡ്. അപ്പം ആ നെയിം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തോ ഒരു മീൻ അല്ലെങ്കിൽ ആവറേജ് അവിടെ കാണുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പം ഏറ്റവും സിംപിളസ്റ്റ് മെത്തേഡാണ്. ഈ 3 മെത്തേഡ്സ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സിമ്പിൾ മെത്തേഡാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു കാഷ്മെന്റ് ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ കുറേ റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ ആ റെയിൻ ഗേജ് സ്റ്റേഷൻസിൻ്റെയും പ്രസിപ്പിറ്റേഷൻ വാല്യൂ നമുക്ക് അറിയായിരിക്കും. ആ ഒരു പർട്ടിക്കുലർ ഡേയിലെ പ്രസിപ്പിറ്റേഷൻ വാല്യൂ നമുക്ക് അറിയായിരിക്കും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഡേയിലെ മെയിൻ റെയിൻഫോൾ കാണാൻ അല്ലെങ്കിൽ ആവറേജ് റെയിൻഫോൾ കാണാനായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പം ആ പ്രസിപ്പിറ്റേഷൻ്റെ വാല്യൂ എല്ലാം കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ n എന്ന് വെച്ചാൽ ടോട്ടൽ എന്തുമാത്രം സ്റ്റേഷൻ ഉണ്ട്. 5 സ്റ്റേഷൻ ഉണ്ടെങ്കിൽ P1, P2, P3, P4, P5 എന്ന വാല്യൂ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. P1 + P2 + P3 + P4 + P5 ഡിവൈഡ് ബൈ എന്താ 5 നമ്പർ ഓഫ് റെയിൻ ഗേജ് സ്റ്റേഷൻസ്. അതാണ് ഈ ഒരു അരിത്തമെറ്റിക് മീൻ മെത്തേഡ്. അപ്പോൾ ഇവിടെ P ആവറേജ് കാണുന്നത് എല്ലാ പ്രസിപ്പിറ്റേഷൻസ് എല്ലാം ഇവിടെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റേഷൻസ്. ഇവിടെ P1 എന്ന് പറയുന്നത് എന്താണ്? പ്രസിപ്പിറ്റേഷൻ അറ്റ് സ്റ്റേഷൻ 1. P2 എന്ന് പറയുന്നത് പ്രസിപ്പിറ്റേഷൻ അറ്റ് സ്റ്റേഷൻ 2. ഓക്കെ, അപ്പം ജസ്റ്റ് ആ ഇക്വേഷൻ പഠിക്കുക. അപ്പം ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, യൂസിങ് അരിത്തമെറ്റിക് ആവറേജ് മെത്തേഡ് ഫൈൻഡ് ദി ആവറേജ് റെയിൻഫോൾ ഓവർ എ കാഷ്മെന്റ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ ഡാറ്റ എന്താണ്? റെയിൻ ഗേജ് ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പം 12.6, 18.5 അങ്ങനെ ഒരു 5 വാല്യൂസ് തന്നിട്ടുണ്ട്. MM-ലാണ്. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ്റെ വാല്യൂ ഇവർ MM-ലാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം MM-ൽ തന്നെ നമുക്ക് ആവറേജ് റെയിൻഫോൾ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പം നമ്മുടെ അരിത്തമെറ്റിക് ആവറേജ് മെത്തേഡ് യൂസ് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ്? P ആവറേജ് കാണാനുള്ളത് എല്ലാം കൂടെ ആഡ് ചെയ്യുക. P1 + P2 + P3 + എക്സെട്ര Pn ഉണ്ടെങ്കിൽ ഡിവൈഡ് ബൈ n നമ്പേഴ്സ്. അപ്പോൾ ഈ കേസിൽ എങ്ങനെയാണ്? എല്ലാ പ്രസിപ്പിറ്റേഷനും ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം. ഡിവൈഡ് ബൈ 5 ചെയ്യുക. അപ്പം അത്രയും 14.56 mm എന്ന് കിട്ടും. P ആവറേജ് അല്ലെങ്കിൽ P മീൻ വാല്യൂ ഓഫ് പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, ഇനി സെക്കൻഡ് മെത്തേഡിലോട്ട് പോകാം, തീസൺസ് പോളിഗൺ മെത്തേഡ്. ഇതും കോമൺ മെത്തേഡാണ്. ഇതിനെ നമുക്ക് വെയ്റ്റഡ് മീൻ മെത്തേഡ് എന്നും കൂടെ പറയാം. അരിത്തമെറ്റിക് മീൻ മെത്തേഡ് വെച്ച് നോക്കുമ്പം കുറച്ചും കൂടെ ആക്യുറേറ്റ് ആണ് ഈ തീസൺസ് പോളിഗൺ മെത്തേഡ്. ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, റെയിൻഫോളിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, ഓരോ സ്റ്റേഷനിലും കിട്ടുന്ന റെയിൻഫോളിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, ആ വാല്യൂവിൻ്റെ കൂടെ നമ്മളൊരു വെയിറ്റേജ് കൂടെ കൊടുക്കും. വെയിറ്റേജ് കൊടുക്കുക എന്ന് പറയുന്നത് ആ റെയിൻഫോൾ അല്ലെങ്കിൽ റെയിൻ ഗേജ് സ്റ്റേഷൻ ഇരിക്കുന്ന ആ ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയുടെ ബേസ് ആയിട്ടുള്ള ഒരു വെയിറ്റേജും കൂടെ ആ പ്രസിപ്പിറ്റേഷൻ്റെ വാല്യൂവിൻ്റെ കൂടെ നമ്മൾ കൊടുക്കും, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. പിന്നെ പറയാനുള്ളത്, ഈ മെത്തേഡ് കൂടുതലും യൂസ് ചെയ്യുന്നത് മോഡറേറ്റ് സൈസുള്ള ഏരിയ ആണെങ്കിൽ, അതുപോലെ തന്നെ നമ്പർ ഓഫ് റെയിൻ ഗേജ് സ്റ്റേഷൻസ് ആ ഏരിയയിൽ കുറവാണെങ്കിൽ, ഫ്യൂ ആണെങ്കിൽ, പിന്നെ മോഡറേറ്റ് റഗ്ഡ് ഏരിയാസ് എന്ന് പറയുന്നത് ഈ അൺഈവൻ ആയിട്ടുള്ള സർഫസ്, റോക്കി ഏരിയ, പിന്നെ ഒത്തിരി ട്രീസ്, പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ അതിനെ റഗ്ഡ് ഏരിയാസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ഏരിയയിൽ നമുക്ക് തീസൺസ് പോളിഗൺ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പം ഇതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ഇത് വർക്ക് ആകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ, ആദ്യമേ നമ്മൾ എന്തെടുക്കുകയെന്ന് വെച്ചാൽ, നമ്മുടെ ഏരിയ ഉണ്ടല്ലോ, കാഷ്മെന്റ് ഏരിയ, ആ കാഷ്മെന്റ് ഏരിയയിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്കെയിലിൽ വരയ്ക്കും, പേപ്പറിൽ വരയ്ക്കും. എന്നിട്ട് അവിടെയുള്ള റെയിൻ ഗേജ് സ്റ്റേഷൻസ് എവിടെയൊക്കെയാണെന്നുള്ളത് നമ്മൾ അതിൽ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്യുമ്പം ആ ഒരു ബൗണ്ടറി ഏരിയയുടെ ഉള്ളിലുള്ളത് മാത്രമല്ല മാർക്ക് ചെയ്യുന്നത്, അത് ആ ബൗണ്ടറി ഏരിയയിൽ നിന്ന് ചെറിയൊരു ഡിസ്റ്റൻസ് മാറിയിട്ടുള്ളതാണെങ്കിൽ ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യും. അതുകൊണ്ടാണ് ഈ ഒരു ഫിഗറിൽ, ഫസ്റ്റ് ഫിഗറിൽ 1 എന്ന സ്റ്റേഷൻ ബൗണ്ടറി ഏരിയക്ക് അപ്പുറമാണ്, പക്ഷെ എന്നാലും ഒരു കൺസിഡറബിൾ ഡിസ്റ്റൻസ് ആണ്, ഒത്തിരി ദൂരെയല്ല. അതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ കാഷ്മെന്റ് ഏരിയ ടു എ സ്കെയിൽ നമ്മൾ വരയ്ക്കുന്നു. എന്നിട്ട് റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഒക്കെ മാർക്ക് ചെയ്യുന്നു.
അടുത്ത സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേഷൻസിനെ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്യും. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്, അത് ട്രയാങ്കുലർ നെറ്റ്വർക്ക്സ് ഉണ്ടാവും അല്ലേ. നിങ്ങൾ നോക്കിയേ, എല്ലാം കൂടെ 1ഉം 2ഉം 2ഉം 6ഉം എല്ലാം കൂടെ കണക്റ്റ് ഒക്കെ ആയി വന്നപ്പം ട്രയാങ്കുലർ നെറ്റ്വർക്ക് ഉണ്ടായി അല്ലേ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ട്രയാങ്കിൾസിന്റെ എല്ലാ സൈഡ്സിലും നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കും. എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുന്നത്? അപ്പോൾ 1ഉം 2 എന്ന ആ ഒരു സൈഡ് കണ്ടില്ലേ, അപ്പോൾ അവിടെ നമ്മൾ അതിനെ മിഡ് പോയിന്റ് ആയിട്ട് എന്ത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് വരയ്ക്കും, മറ്റേ കോമ്പസ് വെച്ചിട്ട്. ആ ഒരു കറക്റ്റ് 1ന്റെയും 2ന്റെയും നടുക്കൂടെ ഒരു ലൈൻ പോകും. അതാണ് ഒരു ഗ്രീൻ ലൈനിലാണ് കാണിച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ എല്ലാ സൈഡിലും വരയ്ക്കും. എന്നിട്ട് ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സിനെല്ലാം മീറ്റ് ചെയ്യിക്കും. അങ്ങനെ മീറ്റ് ചെയ്തെല്ലാം വരുമ്പോഴേക്കും ഈ ബൈസെക്ടറും ആ ഒരു ബൗണ്ടറി ഏരിയയും കൂടെ എല്ലാം കൂടെ നോക്കുമ്പം പോളിഗൺസ് ഉണ്ടായി അവിടെ അല്ലെ. പല ഷേപ്പ് ഓഫ് പോളിഗൺസ് ഉണ്ടായി. ഈ പോളിഗൺസിനെയാണ്, ഈ ബൗണ്ടിങ് പോളിഗൺസിനെയാണ് നമ്മൾ തീസൻസ് പോളിഗൺ എന്ന് പറയുന്നത്. നമ്മുടെ മെത്തേഡിന്റെ പേര് തന്നെ തീസൻസ് പോളിഗൺ എന്നാണ്. അപ്പൊ തീസൻസ് പോളിഗൺ അവിടെ ജനറേറ്റ് ആയി. ഇനി ആ ഫിഗർ നോക്കിയാൽ അറിയാം, എല്ലാ പോളിഗണിനുള്ളിലും ഒരു റെയിൻ ഗേജ് സ്റ്റേഷനെങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ട് അല്ലേ. 2 എന്ന സ്റ്റേഷൻ വരുന്നുണ്ട് ആദ്യത്തെ ഏരിയയിൽ, 1 എന്ന സ്റ്റേഷൻ വന്നു. അങ്ങനെ അറ്റ്ലീസ്റ്റ് 1 റെയിൻ ഗേജ് സ്റ്റേഷനെങ്കിലും ഒരു പർട്ടിക്കുലർ തീസൻസ് പോളിഗണിനകത്ത് കാണും. ഓക്കെ, അതുപോലെ തന്നെ ഇനി ഏരിയ കാണണം അല്ലെ, ആ പോളിഗണിന്റെ ഏരിയ കാണണം. അപ്പൊ റെഗുലർ ഷേപ്പ് ഒന്നും അല്ല, അപ്പൊ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനത്തെ കേസിൽ ഇറഗുലർ ഷേപ്പ് ആയിരിക്കുമ്പോഴാണ് നമ്മൾ എന്തോ യൂസ് ചെയ്യുന്നത്, പ്ലാനിമീറ്റർ എന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അത് യൂസ് ചെയ്ത് നമ്മൾ ഏരിയ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ ഗ്രിഡ് ഓവർലേ എന്നൊരു മെത്തേഡ് ഉണ്ട്, അത് വെച്ചിട്ട് കണ്ടുപിടിക്കും. നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊന്നും അറിയണ്ട, ജസ്റ്റ് പ്ലാനിമീറ്റർ യൂസ് ചെയ്യും ഏരിയ കാണാൻ, അല്ലെങ്കിൽ ഗ്രിഡ് ഓവർലേ യൂസ് ചെയ്യാം എന്നറിഞ്ഞാൽ മതി. അപ്പം പ്രൊസീജിയർ പഠിക്കുക. ബൗണ്ടറി ഏരിയ അല്ലെങ്കിൽ കാഷ്മെന്റ് ഏരിയ ഒരു പർട്ടിക്കുലർ സ്കെയിലിൽ നമ്മൾ വരയ്ക്കുക. റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഒക്കെ മാർക്ക് ചെയ്യുക. നമ്മുടെ ഏരിയയുടെ അനുസരിച്ച് റെയിൻ ഗേജ് സ്റ്റേഷൻസ് എവിടെയൊക്കെയാണുള്ളത് മാർക്ക് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടും ജോയിൻ ചെയ്യുക. അപ്പം ട്രയാങ്കുലർ നെറ്റ്വർക്ക് ഉണ്ടാവും. ഓരോ സൈഡിലെ ട്രയാങ്കിൾസിനും ബൈസെക്ടർ വരയ്ക്കുക, പെർപെൻഡിക്കുലർ ബൈസെക്ടർ, അതിനെ ജോയിൻ ചെയ്യിക്കുക. അപ്പം നോക്കുമ്പം ഓരോ പോളിഗണും ഉണ്ടായി വരുമല്ലോ. പോളിഗണിനുള്ളിൽ അറ്റ്ലീസ്റ്റ് ഒരു റെയിൻ ഗേജ് എങ്കിലും കാണും, റെയിൻ ഗേജ് സ്റ്റേഷൻസ് കാണും. എന്നിട്ട് അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരിപ്പം 2 എന്ന റെയിൻ ഗേജ് സ്റ്റേഷൻ കണ്ടോ, 2 എന്ന റെയിൻ ഗേജ് സ്റ്റേഷനിൽ അവിടെ ഒരു പ്രസിപ്പിറ്റേഷൻ വാല്യൂ കാണുമല്ലോ. ആ പ്രസിപ്പിറ്റേഷൻ വാല്യൂവിനോട് ആ ഏരിയ നമ്മൾ ആഡ് ചെയ്യും, ഏരിയ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ അവിടെ നമ്മുടെ വെയിറ്റേജ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിയും ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മൾ അരിത്തമെറ്റിക് മീൻ മെത്തേഡിൽ പറഞ്ഞ പോലെ ഒരു ഇക്വേഷൻ വേണമല്ലോ. ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ, ഇപ്പം n സ്റ്റേഷൻ ഉണ്ടെന്ന് വെച്ചോ, n സ്റ്റേഷനിലെയും റെയിൻഫോളിന്റെ വാല്യൂ P1 P2 P3 എക്സെട്ര Pn ആണെങ്കിൽ, അവിടുത്തെ തീസൻസ് പോളിഗന്റെ ഏരിയ A1 A2 A3 എക്സെട്ര AN ആണെങ്കിൽ, അവിടെ P ആവറേജ് അല്ലെങ്കിൽ P ബാർ അങ്ങനെ എഴുതാലോ, ആവറേജിന് P ബാർ എന്ന്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് P1 into A1 പ്ലസ് P2 into A2 പ്ലസ് P3 into A3 എക്സെട്ര Pn into AN ഡിവൈഡ് ബൈ എന്താണ്, ടോട്ടൽ ഏരിയ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ്, അപ്പം ആ A1 ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ, ആ അങ്ങനെ ഒരു വെയിറ്റേജ് അല്ലെങ്കിൽ വെയിറ്റേജ് ഫാക്ടറാണ് നമ്മൾ ഓരോ പ്രസിപ്പിറ്റേഷനും കൂടെയും കൊടുക്കുന്നത്. അതാണ് ഞാൻ ആ തീസൻസ് പോളിഗൺ മെത്തേഡ് പറഞ്ഞപ്പം റെഡിൽ മാർക്ക് ചെയ്ത് അതിനെ ഡിനോട്ട് ചെയ്യുന്ന കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. P1 ഇൻറ്റു ആ പർട്ടിക്കുലർ ഏരിയ ഡിവൈഡ് ബൈ P2 ഇൻറ്റു ആ പർട്ടിക്കുലർ ഏരിയ ഡിവൈഡ് ബൈ മൊത്തത്തിൽ ടോട്ടൽ ഏരിയ വെച്ച് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. P1 ഇൻറ്റു A1 പ്ലസ് P2 ഇൻറ്റു A2, അങ്ങനെ അതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാവേ. അപ്പം ഈ ക്വസ്റ്റിനകത്ത് യൂസിങ് തീസൻസ് പോളിഗൺ മെത്തേഡ് ഫൈൻഡ് ആവറേജ് റെയിൻഫോൾ ഓവർ എ കാഷ്മെന്റ്. തന്നിരിക്കുന്ന ഡാറ്റ എന്തൊക്കെയാണ്? റെയിൻ ഗേജ് സ്റ്റേഷൻ 5 ഉണ്ട്. ഓക്കെ, പോളിഗന്റെ ഏരിയയും തന്നിട്ടുണ്ട്. ഓക്കെ, പ്ലാനിമീറ്റർ വെച്ചിട്ട് അവർ ഏരിയ കണ്ടുപിടിച്ചു. പ്രസിപ്പിറ്റേഷൻ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എളുപ്പത്തിന് നമ്മളൊരു ടേബിൾ ഫോമിൽ അങ്ങ് എഴുതി, റെയിൻ ഗേജ് സ്റ്റേഷൻസ് എല്ലാം എഴുതി, ഏരിയ എല്ലാം എഴുതി, പ്രസിപ്പിറ്റേഷൻ എല്ലാം എഴുതി. നമ്മുടെ തീസൻസ് പോളിഗൺ മെത്തേഡ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇക്വേഷൻ എന്താണ്? ഏരിയ ഇൻറ്റു പ്രസിപ്പിറ്റേഷൻ, അതിന്റെ എല്ലാ സമ്മ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയയുടെ സമ്മ. അപ്പൊ എന്തെടുക്കണം? ആദ്യത്തെ കേസിൽ എ എന്ന സ്റ്റേഷൻ്റെ എങ്ങനെയാ A ഇൻറ്റു P കാണുന്നത്? 40 ഇൻറ്റു 30.8 വാല്യൂ കിട്ടും. അടുത്ത 45 ഇൻറ്റു 33.4 ആ വാല്യൂ കിട്ടും. അങ്ങനെ ഏരിയയുടെ എല്ലാം കോളം 2ന്റെ എല്ലാം സമ്മും കോളം 4 എന്ന് വെച്ചാൽ A ഇൻറ്റു Pയുടെ എല്ലാം സമ്മും ചെയ്യുക, ഡിവൈഡ് ബൈ ഏരിയയുടെ സമ്മ് 31.53 mm. സിമ്പിളായിട്ട് നമുക്ക് അവിടുത്തെ എന്ത് കിട്ടി? ആവറേജ് പ്രസിപ്പിറ്റേഷൻ കിട്ടി. ഓക്കെ, ഇനി അടുത്തതാണ് ഐസോഹൈറ്റൽ മെത്തേഡ്. അപ്പം ഈ മെത്തേഡ് എന്ന് വെച്ചാൽ ഐസോഹൈറ്റ് എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ ഐസോഹൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈൻ ജോയിനിങ്
പോയിന്റ്സ് ഓഫ് ഈക്വൽ റെയിൻഫോൾ ഉള്ള പോയിന്റ്സിനെല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനെയാണ് ഐസോഹൈറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ഏരിയയിൽ 12 mm എന്ന വാല്യൂ പല സ്റ്റേഷനിലും കിട്ടിയെന്ന് വെച്ചോ, അല്ലെങ്കിൽ പല പോയിന്റ്സിലും 12 mm എന്നുള്ളത് കിട്ടി. ആ 12 mm ഉള്ള എല്ലാം കൂടി നമ്മൾ ലൈൻ വെച്ചിട്ട് ജോയിൻ ചെയ്തു. ആ ലൈനെയാണ് ഐസോഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫിഗറിൽ ഐസോഹൈറ്റ് ഓഫ് എ സ്റ്റോം എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ആണ്. കാഷ്മെന്റ് ബൗണ്ടറി ആദ്യം വരച്ചു, എന്നിട്ട് ഇപ്പം 4 എന്ന വാല്യൂ കിട്ടിയ എല്ലാത്തിനെയും കൊണ്ട് ജോയിൻ ചെയ്ത ഒരു ലൈൻ പോലെ, അപ്പം കോണ്ടൂർ പോലെ ഇരിക്കും അല്ലേ, കോണ്ടൂർ ഷേപ്പ് ഇരിക്കും, അങ്ങനെ വരയ്ക്കുന്നു. അപ്പം ഈ ഒരു മെത്തേഡ് ഏറ്റവും കൂടുതൽ സൂട്ടഡ് ആയിട്ടിരിക്കുന്നത് ഹില്ലി ആൻഡ് റഗ്ഡ് ഏരിയാസിലായിരിക്കും, അല്ലെങ്കിൽ ലാർജ് ഏരിയ ആണെങ്കിൽ വെച്ചാൽ 5000 km² കൂടുതലുള്ള ഏരിയ ആണെങ്കിൽ, അതുപോലെ തന്നെ ഡെൻസ് നമ്പർ ഓഫ് റെയിൻഫോൾ സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ, ഒത്തിരി റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് അവിടെയും നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ബാക്കി നേരത്തെ പറഞ്ഞ 2 മെത്തേഡിനേക്കാളും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ആക്യുറേറ്റ് മെത്തേഡ് ഇതാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഏരിയ ബിറ്റ്വീൻ അഡ്ജസ്റ്റന്റ് ഐസോഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കും. ഐസോഹൈറ്റിൽ ഇങ്ങനെ കണ്ടില്ലേ കുറെ കോണ്ടൂർ ഷേപ്പും, അതിന് രണ്ടിന്റെ ഇടയ്ക്കുള്ള ഏരിയ എന്നാണ് നമുക്ക് വേണ്ടത്. നേരത്തെ നമ്മൾ പോളിഗന്റെ ഷേപ്പ് അല്ല പറഞ്ഞു, ഇവിടെ ഐസോഹൈറ്റിലാണ്. അപ്പൊ അതിന് രണ്ടിന്റെ ഇടയ്ക്കുള്ള ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പ്ലാനിമീറ്റർ യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ഇനിയും ആ ഏരിയനെ നമ്മൾ എന്തെടുക്കുന്ന വെച്ചാൽ ഇറ്റ് ഈസ് ദെൻ മൾട്ടിപ്ലൈഡ് വിത്ത് മീൻ precipitation ഓഫ് ദാറ്റ് ഏരിയ ആൻഡ് സംഡ് ടു ഗെറ്റ് ദി ആവറേജ് റെയിൻഫോൾ. ഓക്കെ, എന്നിട്ട് ആ ഏരിയ കണ്ടുപിടിക്കല്ലോ, അതിന്റെ കൂടെ നമ്മൾ അവിടുത്തെ മീൻ precipitation എന്ന് വെച്ചാൽ P1 P2 എന്ന വാല്യൂ നമുക്ക് ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ അവിടുത്തെ മീൻ, ആ P1ന്റെയും P2ന്റെയും മീൻ എത്രയാണ്? P1 + P2 / 2 അല്ലേ? ആ വാല്യൂവിനൂടെ ഏരിയ മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ എല്ലാ സമ്മ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ എന്നതാണ് നമ്മുടെ ഐസോഹൈറ്റൽ മെത്തേഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഉള്ളത്. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ കാര്യം എഴുതാൻ പഠിക്കുക, ഫിഗർ വരയ്ക്കാൻ പഠിക്കുക. ഓക്കെ, ഇനി ഇവിടെയും ഇക്വേഷൻ ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. അപ്പം ഇഫ് റെയിൻഫോളിന്റെ വാല്യൂ അല്ലെങ്കിൽ ഐസോഹൈറ്റിന്റെ വാല്യൂ P1 P2 P3 എക്സെട്ര Pn ആണെങ്കിൽ അതിന് രണ്ടിന്റെ ഇടയ്ക്കുള്ള ഐസോഹൈറ്റൽ ഏരിയ എന്ന് പറയുന്നത് A1 A2 A3 എക്സെട്ര An-1 ആയിരിക്കുമല്ലോ അല്ലെ. ഒന്ന് കുറവായിരിക്കത്തില്ലേ? ഐസോഹൈറ്റ് 5 ലൈൻസ് ഉണ്ട്, അതിന് ഇടയ്ക്കുള്ള ഏരിയ എന്ന് പറയുന്നത് 4 എണ്ണല്ലേ ഉള്ളൂ. 5 ലൈനുകളുടെ ഇടയ്ക്കുള്ള ഏരിയ എന്ന് പറയുന്നത് 4 എണ്ണല്ലേ മൊത്തം ഉള്ളൂ. നിങ്ങളൊന്ന് വരച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പം Pn-നേക്കാൾ ഒന്ന് കുറവായിരിക്കും, An-1 ഏരിയ ആയിരിക്കും ഉള്ളത്. അപ്പൊ അങ്ങനത്തെ കേസിൽ ഐസോഹൈറ്റൽ മെത്തേഡ് വെച്ചിട്ട് P ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ ഏരിയ A1 ഇൻറ്റു മീൻ precipitation ആണ് വേണ്ടത്, P1 + P2 / 2. അടുത്തത് A2 ഇൻറ്റു P2 + P3 / 2. അങ്ങനെ ഏരിയയിലൂടെ മീൻ precipitation എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുക ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ. തീസിൻ പോളിഗൻ മെത്തേഡിൽ പറഞ്ഞ പോലെ ടോട്ടൽ ഏരിയ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് പ്രോബ്ലം ചെയ്താലോ. അപ്പം ഐസോഹൈറ്റൽ മെത്തേഡ് വെച്ചിട്ട് ആവറേജ് റെയിൻഫോൾ കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന ഡാറ്റ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഐസോഹൈറ്റ്സ് 12, 13 എന്ന് വെച്ചാൽ precipitation വാല്യൂ അല്ലെങ്കിൽ 12 cm ഉള്ള ഐസോഹൈറ്റ് ഉണ്ടായിരുന്നു, അങ്ങനെ വാല്യൂ വന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് എന്താ? ഏരിയ ബിറ്റ്വീൻ ഐസോഹൈറ്റ്സ്. അപ്പൊ ഈ പ്രോബ്ലത്തിൽ തന്നെ ഇങ്ങനെ രണ്ടിന്റെ ഇടയ്ക്ക് തന്നിരിക്കുന്നത് അല്ലെ, 12ന്റെയും 13ന്റെ ഇടയ്ക്കുള്ള ഏരിയ 22, 13ന്റെയും 14ന്റെയും ഇടയ്ക്കുള്ള ഏരിയ 18. അവരങ്ങനെയാണ് കറക്റ്റ് മിഡിലായിട്ടാണ് അവർ മാർക്കും ചെയ്തിരിക്കുന്നത് എളുപ്പത്തിന് വേണ്ടി. പിന്നെ ആവറേജ് precipitation തന്നു, ഇവർ അതും എടുത്ത് ചെയ്ത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നെ അവർ തന്നു. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വാല്യൂ തരത്തിൽ നമ്മൾ കണ്ടുപിടിക്കണം. 12.5, 13.5 എന്ന് വെച്ചാൽ 12 + 13/2 ആണ് 12.5. ആ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ആവറേജ് precipitation കാണാൻ ഇക്വേഷൻ അപ്പോൾ ടേബിൾ ഫോമിൽ എഴുതുക. ഏരിയ ബിറ്റ്വീൻ ഐസോഹൈറ്റ് ഇങ്ങനെ മിഡ് ആയിട്ട് എഴുതുക. ആവറേജ് precipitation ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ P1 + P2/2 എന്ന് വെച്ചാൽ 12 + 13/2 12.5, 13 + 14/2 13.5 അത് തന്നിട്ടുണ്ട്. ഇനി എന്താ കണ്ടത്? ഏരിയയുടെ സമ്മും കാണുക. അടുത്ത കോളം, പുതിയൊരു കോളം, 4ാമത്തെ കോളമായിട്ട് പ്രൊഡക്റ്റ് വേണം. എന്തൊക്കെ? ഏരിയയും ഈ പർട്ടിക്കുലർ ആവറേജ് precipitation തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ഇല്ലേ, അതിന്റെ എല്ലാം കൂടെ സമ്മ് കാണുക. ആ സമ്മ ഡിവൈഡ് ബൈ ഏരിയയുടെ സമ്മ ആയിരിക്കും ആവറേജ് റെയിൻഫോൾ ഓവർ കാഷ്മെന്റ്, ആ പർട്ടിക്കുലർ കാഷ്മെന്റിന്റെ ആവറേജ് റെയിൻഫോൾ. മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ഐസോഹൈറ്റൽ മെത്തേഡിന്റെ വേറൊരു പ്രോബ്ലം നോക്കാം. അപ്പം ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആണ് കേട്ടോ, ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുവാണ്. അപ്പം ഐസോഹൈറ്റ്സ് ഫോർ ആനുവൽ റെയിൻഫോൾ ഓവർ എ കാഷ്മെന്റ് ബേസിൻ തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് സ്ട്രിപ്സ് ബിറ്റ്വീൻ ഐസോഹൈറ്റ് തമ്മിലുള്ള ഏരിയ തന്നിട്ടുണ്ട്. ആവറേജ് ഡെപ്ത് ഓഫ് ആനുവൽ precipitation കാണാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഐസോഹൈറ്റ്സ് തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്. അപ്പം ടേബിൾ ഫോമിൽ എഴുതുന്നതാണ് കേട്ടോ നല്ലത്. ടേബിൾ ഫോമിൽ നിങ്ങൾ എഴുതുക. അപ്പം ഐസോഹൈറ്റ്സ് എഴുതുക, എന്നിട്ട് ഏരിയ എഴുതുക. ഓക്കെ,
അപ്പം ആദ്യത്തെ ഏരിയ എന്താണ് 580 അല്ലേ, 580 ഇൻറ്റു 75 പ്ലസ് 85/2 എന്ന് പറയുന്നത് 80 ആയിരിക്കും. ഓക്കെ, അതിന്റെ സമ്മ പ്ലസ് 2960 എന്ന ഏരിയ ഇൻറ്റു അതിന്റെ ഐസോഹൈറ്റലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര, 85ന്റെ 95ന്റെ അടയ്ക്കുന്നില്ല, അപ്പൊ 85 പ്ലസ് 95 ഡിവൈഡ് ബൈ 2 ആ വാല്യൂ. അങ്ങനെ എല്ലാ ഏരിയയും അതിന്റെ മീനും കൂടെ ആഡ് ചെയ്തിട്ടുള്ള കാര്യം കൂടെ സം ചെയ്തിട്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ കാണും. അപ്പൊ നമുക്ക് അത്രയും ഇവിടുത്തെ സെന്റിമീറ്ററിലാണ്, അപ്പൊ അത്രയും സെന്റിമീറ്റർ പ്രസിപ്പിറ്റേഷൻ കിട്ടും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇനി അടുത്തത് ദ ഐസോഹൈഡൽ മാപ്പ് ഫോർ 24 hour സ്റ്റോം തന്നിട്ടുണ്ട്. ഏരിയ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ഐസോഹൈറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പം പ്രോബ്ലത്തിനകത്ത് ഐസോഹൈറ്റലിന്റെ വാല്യൂ MM തന്നിട്ടുണ്ട്, എൻക്ലോസ്ഡ് ഏരിയ തന്നിട്ടുണ്ട്. അപ്പൊ എൻക്ലോസ്ഡ് ഏരിയ ആണ് എന്ന് വെച്ചാൽ ഇത് ഉദ്ദേശിക്കുന്നത് ഒരു ഐസോഹൈറ്റും ആ ബേസിന്റെ ബൗണ്ടറിയും തമ്മിലുള്ള ഏരിയ ആണ്. രണ്ടാമത്തെ ഐസോഹൈറ്റും ആ ബൗണ്ടറിയും തമ്മിൽ, അപ്പം ഒരു ക്യുമുലേറ്റീവ് മൊത്തത്തിൽ ആഡ് ചെയ്തിട്ടുള്ള ആ ബൗണ്ടറി തമ്മിലുള്ള ഏരിയ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ശരിക്കും വേണ്ടത് എന്താ, ഐസോഹൈറ്റുകൾ തമ്മിലുള്ള ഏരിയ ആണ് ശരിക്കും വേണ്ടത്. അപ്പം നമുക്കത് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇതും ഐസോഹൈറ്റൽ മെത്തേഡാണ്. അപ്പം ആ ഇക്വേഷനൊക്കെ എഴുതി വെക്കാം. എന്നിട്ട് ഇക്വേഷൻ എന്ന് പറയുമ്പം ശരിക്കും A1 ഇൻറ്റു ആ ആവറേജ് വാല്യൂ ആണ് കേട്ടല്ലോ. ഓക്കെ, അപ്പം അത് പോട്ടെ. അപ്പം ഐസോഹൈറ്റ് അല്ല എഴുതുക, ഏരിയ ബിറ്റ്വീൻ ഈച്ച് ഐസോഹൈറ്റ് ആൻഡ് ബേസിൻ ബൗണ്ടറി ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടത്, ഇൻക്രിമെന്റൽ ഏരിയ ബിറ്റ്വീൻ രണ്ട് ഐസോഹൈറ്റുകൾ തമ്മിലുള്ള ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ കേസിലുള്ള 543 അതേപോലെ എഴുതുക. ഇനിയും അടുത്ത 802 എന്ന വാല്യൂ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഐസോഹൈറ്റ് കണ്ടില്ലേ, 20 എന്ന് വന്നിട്ട് ആ 20യുടെ നേരെയുള്ള ഏരിയയില്ലേ 1345, ആ 1345 മൈനസ് 543 ചെയ്യുമ്പോഴാണ് 802 വന്നത്. അടുത്തത് ചെയ്യുന്നത് 2030 അല്ലേ, അതേ മൈനസ് 1345 ചെയ്യുമ്പോൾ 685 കിട്ടും. അങ്ങനെ താഴെ നിന്നുള്ളത് താഴത്തത് മേളത്തായിട്ട് മൈനസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് നെറ്റ് ഇൻക്രിമെന്റൽ ഏരിയ കിട്ടും. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അതിന്റെ സമ്മാണ് നമുക്ക് വേണ്ടത്. അതിന്റെ സമ്മ് കണ്ടുപിടിച്ച് വെക്കുക. ഇനി അടുത്ത കോളത്തിൽ നമുക്ക് ഐസോഹൈറ്റിന്റെ ജസ്റ്റ് 21 തന്നിരിക്കുന്നത്, നമുക്ക് അതിന്റെ മറ്റേ ആവറേജ് വാല്യൂ അല്ല വേണ്ട. അപ്പൊ ആദ്യത്തെ വാല്യൂ 21 അത് അതേപോലെ എഴുതി, കാരണം സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലോ. 21 അതേപോലെ എഴുതി. ഇനി അടുത്ത 20.5 വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 21 പ്ലസ് 20/2 അതാണ് 20.5. അടുത്ത 19.5 വന്നത് 20 പ്ലസ് 19/2 അതാണ് 19.5. അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഡിവൈഡ് ബൈ 2 ചെയ്തിട്ടുള്ള വാല്യൂ എല്ലാം കൂടെ എഴുതി. നമുക്ക് ഇനി കോളം 5 എന്താ വേണ്ടത്, ഈ രണ്ട് സാധനം കൂടെ കോളം 3യും കോളം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ അതാണ് അപ്പുറം എഴുതിയത്. അതിന്റെ സമ്മ് കണ്ടുപിടിക്കുക. ആ സമ്മ് ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയയുടെ നെറ്റ് ഇൻക്രിമെന്റൽ ഏരിയയുടെ സമ്മ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് പ്രസിപ്പിറ്റേഷൻ ഓവർ ദി ബേസിൻ കിട്ടും. ഓക്കെ, ഇതിൽ നമ്മൾ ഏരിയ ഇങ്ങനെ കണ്ടുപിടിച്ച എന്തിനാണ്, ഇതിൽ തന്നിരിക്കുന്ന എൻക്ലോസ്ഡ് ഏരിയ എന്ന് വെച്ചാൽ ബൗണ്ടറിയും ഐസോഹൈറ്റും തമ്മിലുള്ള ഏരിയ ആണ്. അപ്പൊ നമുക്കത് മൊത്തത്തിലുള്ള ഏരിയ ആയിട്ടാണ് വരുന്നത്. രണ്ട് ഐസോഹൈറ്റിന്റെ ഇടയ്ക്കുള്ള ഏരിയ ആണല്ലോ നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ രണ്ടാമത്തെ മൈനസ് ഫസ്റ്റ് വൺ അങ്ങനെ ചെയ്ത് നമ്മളത് കണ്ടുപിടിച്ചത്. എന്നിട്ട് അതിന്റെ കൂടെ പ്രസിപ്പിറ്റേഷന്റെ മീൻ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ സമ്മ ഡിവൈഡ് ബൈ ഏരിയയുടെ സമ്മ നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനിയും ഈ 3 മെത്തേഡ്സിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും അറിയണം. ഓക്കെ, അപ്പം അരിത്തമെറ്റിക് ആൻഡ് തീസിൻസ് മീൻ മെത്തേഡ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ പ്രോസസ്സാണ്. അവിടെ നമ്മൾ ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അല്ലേ, ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ അങ്ങനെ പർട്ടിക്കുലർ ഒരു സ്പെഷ്യൽ സ്കില്ലിന്റെ ആവശ്യമില്ല. പക്ഷേ ഐസോഹൈറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് അത് ആ കോണ്ടൂർ വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ അതിന്റെ അനുസരിച്ചിരിക്കും, ആ ഒരു ജഡ്ജ്മെന്റ് അനുസരിച്ചിരിക്കും അതിന്റെ ആക്യുറസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എത്രയും ബെസ്റ്റ് ആയിട്ട് കോണ്ടൂർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു അത്രയും ആക്യുറേറ്റ് ആയിരിക്കും ഐസോഹൈറ്റൽ മെത്തേഡ്. ഓക്കെ, അതുപോലെ തന്നെ ഈ തീസൻസും അല്ലെങ്കിൽ ഐസോഹൈറ്റൽ മെത്തേഡും സ്റ്റേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ, സ്റ്റേഷന്റെ ഏരിയ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ അരിത്തമെറ്റിക് മീൻ മെത്തേഡിൽ അങ്ങനെ ഏരിയക്ക് ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു. ഇനിയും തീസൻസ് ആൻഡ് ഐസോഹൈറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് അവിടെ ഡ്രെയിനേജ് ബേസിൻ അതിന്റെ ആ ബൗണ്ടറിയുടെ തൊട്ടടുത്തായിട്ട് ഉള്ള സ്റ്റേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, പുറത്ത് ഉള്ള സ്റ്റേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്തു. പക്ഷെ അത് ഒത്തിരി ദൂരെയാണെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് കുറഞ്ഞു വരും, അധികം കൺസിഡർ ചെയ്തില്ല. പക്ഷെ തൊട്ടടുത്തുള്ളതാണെങ്കിൽ നമ്മളത് കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു. ബൗണ്ടറി ഏരിയയുടെ ചുറ്റുമുള്ള ഇച്ചിരി പുറത്തോട്ടുള്ള ഏരിയയും അല്ലെങ്കിൽ ആ ഒരു സ്റ്റേഷനെയും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു തീസൻസിലും ഐസോഹൈറ്റലിലും. സോ ഇത്രയായിരുന്നു മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഈ നേരത്തെ പറഞ്ഞ 3 മെത്തേഡ്സ്. ഓക്കെ, അടുത്തത് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രസിപ്പിറ്റേഷൻ വാല്യൂ മിസ്സായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ്. ഓക്കെ, അപ്പം ഇതും 2 മെത്തേഡ് ഉണ്ട്. അരിത്തമെറ്റിക് മീൻ മെത്തേഡ്, ഈ ഒരു നെയിം നമ്മൾ മറ്റിടത്തും കണ്ടല്ലേ, ഇവിടെയും അരിത്തമെറ്റിക് മീൻ മെത്തേഡ് ഉണ്ട്. അതിന് രണ്ടാമത്തതാണ് നോർമൽ റേഷ്യോ മെത്തേഡ്. ഓക്കെ, അപ്പം രണ്ടും എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം.
അപ്പം മിസ്സിങ് ഡാറ്റ ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഒരു ഏരിയ അവിടെ ABCD ഇങ്ങനെ 4 ABCDX എന്ന 5 സ്റ്റേഷൻസ് ഉണ്ടെന്ന് വെക്കുക. 5 സ്റ്റേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. അവിടുത്തെ എക്സ് എന്ന സ്റ്റേഷനിലെ റെയിൻ ഗേജ് ആ ഒരു ഡിവൈസ് വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഒരു പർട്ടിക്കുലർ ഡേയിലെ പ്രസിപ്പിറ്റേഷൻ നമുക്ക് കിട്ടിയില്ല അവിടുത്തെ. അങ്ങനത്തെ ഒരു കേസിൽ ആ വാല്യൂ എങ്ങനെ നമുക്ക് ഈ ഒരു അതിൻ്റെ ചുറ്റും അല്ലെങ്കിൽ നിയർ ബൈ അടുത്തുള്ള സ്റ്റേഷൻസിൽ നിന്ന് നമുക്ക് എങ്ങനെ ആ ഒരു മിസ്സായിട്ടുള്ള പ്രസിപ്പിറ്റേഷൻ കിട്ടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, അത് എങ്ങനെ കിട്ടും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു പർട്ടിക്കുലർ ഡേയിലെ പ്രസിപ്പിറ്റേഷൻ ആയിരിക്കും കിട്ടാത്തത്, പക്ഷെ നമുക്ക് ആ ഒരു ഏരിയയിലെ നോർമൽ ആനുവൽ പ്രസിപ്പിറ്റേഷൻ നമുക്കറിയാം. ഓരോ സ്റ്റേഷനിലെയും നോർമൽ ആനുവൽ പ്രസിപ്പിറ്റേഷൻ വാല്യൂ നമുക്കറിയായിരിക്കും. എക്സിലെയും നമുക്കറിയായിരിക്കും, ABCDയിലെയും നമുക്കറിയായിരിക്കും. അപ്പം അത് വെച്ചിട്ട് നമുക്ക് അരിത്മെറ്റിക് മീൻ മെത്തേഡ് ആണോ അല്ലെ സെക്കൻഡ് മെത്തേഡ് ആയിട്ടുള്ള നോർമൽ റേഷ്യോ മെത്തേഡ് ആണോ യൂസ് ചെയ്യുന്നത് എന്ന് ആദ്യമേ ഡിറ്റർമൈൻ ചെയ്യണം. എന്നിട്ട് വേണം ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സിന്റെ ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം എക്സ് എന്ന സ്റ്റേഷന്റെ നോർമൽ ആനുവൽ പ്രസിപ്പിറ്റേഷൻ വാല്യൂ നമുക്കറിയായിരിക്കും. അപ്പം ആ വാല്യൂവിന്റെ 10% എന്ന് വെച്ചാൽ അപ്പോൾ ഒരു 978 ആണെങ്കിൽ 978ന്റെ 10% എത്രയാണ്? 97.8 അല്ലേ? ആ 97.8ഉം 978 കൂടെ ആഡ് ചെയ്യുക, ഒരു വാല്യൂ കിട്ടും, ഒരു 1000 സംതിങ് കിട്ടും. അപ്പം ആ 1000 സംതിങ് വാല്യൂവിന്റെ കൂടെ വാല്യൂവിനെ വെച്ച് നോക്കും, കമ്പയർ ചെയ്ത് നോക്കുമ്പം ബാക്കി സ്റ്റേഷൻസിലെ ABCD ആ ABCDയുടെ പ്രസിപ്പിറ്റേഷന്റെ വാല്യൂ, ഐ മീൻ നോർമൽ പ്രസിപ്പിറ്റേഷന്റെ വാല്യൂ ഈ ഒരു 1000 ആ ഒരു വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് അവിടെ അരിത്മെറ്റിക് മീൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഏതെങ്കിലും ഒരു സ്റ്റേഷൻ, എല്ലാ സ്റ്റേഷൻസിന്റെ വാല്യൂ ആ ഒരു 10% ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു നോർമൽ പ്രസിപ്പിറ്റേഷന്റെ വാല്യൂവിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് അരിത്മെറ്റിക് മീൻ മെത്തേഡ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷന്റെ എങ്കിലും വാല്യൂ 10% ഈ ഒരു വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ സെക്കൻഡ് മെത്തേഡ് ആയിട്ടുള്ള നോർമൽ റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്യണം. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ അരിത്മെറ്റിക് മീൻ മെത്തേഡ് കാണുന്ന എപ്പോഴാന്ന് വെച്ചാൽ നോർമൽ ആനുവൽ പ്രസിപ്പിറ്റേഷൻ അറ്റ് ഈച്ച് ഓഫ് ദി സെലക്ടഡ് സ്റ്റേഷൻ ഇസ് വിത്തിൻ 10% ഓഫ് ദാറ്റ് സ്റ്റേഷൻ ഫോർ വിച്ച് റെക്കോർഡ് ഇസ് മിസ്സിംഗ്. ഇപ്പൊ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/n ഇൻറ്റു 1/n ഇല്ലേ, ഇവിടുത്തെ n എന്ന് പറയുന്നത് നിയർ ബൈ സ്റ്റേഷൻസും ബാക്കി എത്ര ഉണ്ടെന്ന്. ഇപ്പം 5 സ്റ്റേഷൻ ഉണ്ടെന്ന് വെച്ചാൽ അതിൽ ഒരെണ്ണത്തിലെയാണ് കാണാത്തത്, മിസ്സായിട്ടുള്ളത്. ബാക്കി എത്ര സ്റ്റേഷൻ ഉണ്ട്? 4. അവിടെ 4 ആയിരിക്കും നിയർ ബൈ സ്റ്റേഷന്റെ എണ്ണം. ഓക്കെ, ഇൻറ്റു അതിനോട് എന്ത് സം ആണ് ചെയ്തത്? പ്രസിപ്പിറ്റേഷൻ വാല്യൂ ഒക്കെ ഇല്ലേ, ബാക്കിയുള്ള പ്രസിപ്പിറ്റേഷൻ വാല്യൂസ് നമ്മുടെ കയ്യിലുള്ളത്, മിസ്സായിട്ടുള്ളതല്ല, ബാക്കി 4 എണ്ണത്തിന്റെ അറിയാലോ. ആ പ്രസിപ്പിറ്റേഷൻ വാല്യൂവിന്റെ സമ്മേ ഡിവൈഡ് ബൈ നിയർ ബൈ സ്റ്റേഷൻസ് എത്ര ഉണ്ട്? 4. അതാണ് അരിത്മെറ്റിക് മീൻ മെത്തേഡ് വെച്ചിട്ട് ആ ഒരു മിസ്സിംഗ് എക്സ് എന്ന സ്റ്റേഷന്റെ മിസ്സിംഗ് പ്രസിപ്പിറ്റേഷൻ കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ മെത്തേഡ് നോക്കാം. ഈ നോർമൽ റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്യുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോർമൽ ആനുവൽ റെയിൻഫോൾ ഓഫ് എനി ഓഫ് ദി സെലക്ടഡ് സ്റ്റേഷൻ ഇസ് മോർ ദാൻ 10% ഓഫ് ദാറ്റ് സ്റ്റേഷൻ വിത്ത് മിസ്സിംഗ് റെക്കോർഡ് ഉള്ളതിന്റെ 10%-നേക്കാളും കൂടുതലാണ് ആ ബാക്കി സ്റ്റേഷൻസിന്റെ ഏതെങ്കിലും ഒരു നോർമൽ ആനുവൽ റെയിൻഫോൾ എങ്കിൽ അവിടെ നോർമൽ റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്യാം. അതൊരു കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. PX ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഡിവൈഡ് ബൈ NX. NXന്റെ വാല്യൂ നമുക്കുണ്ട് എന്ന് വെച്ചാൽ എക്സ് എന്ന സ്റ്റേഷനിലെ നോർമൽ ആനുവൽ പ്രസിപ്പിറ്റേഷൻ വാല്യൂ നമ്മുടെ കാണുമായിരിക്കും. അത് ആനുവലി നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്, അത് നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റിന് തരും. എങ്കിൽ PX കാണാനുള്ള ഇക്വേഷൻ ആണ് 1/n. n എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിയർ ബൈ സ്റ്റേഷന്റെ എണ്ണമാണ്. ബ്രാക്കറ്റിനകത്ത് A എന്ന സ്റ്റേഷന്റെ പ്രസിപ്പിറ്റേഷൻ വാല്യൂ നമുക്ക് അറിയാമായിരിക്കും അല്ലെ. അതിന്റെ പ്രസിപ്പിറ്റേഷൻ ഡിവൈഡ് ബൈ അതിന്റെ പർട്ടിക്കുലർ ആനുവൽ പ്രസിപ്പിറ്റേഷന്റെ വാല്യൂ പ്ലസ് അടുത്ത സ്റ്റേഷന്റെ അന്നത്തെ ദിവസത്തെ പ്രസിപ്പിറ്റേഷൻ ഡിവൈഡ് ബൈ അവിടുത്തെ ആനുവൽ പ്രസിപ്പിറ്റേഷൻ. അങ്ങനെ അതിന്റെ സമ്മ് ചെയ്യുക. എന്നിട്ട് ആ വാല്യൂയുടെ കൂടെ ഈ NXന്റെ വാല്യൂടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് PXന്റെ വാല്യൂ കിട്ടുമല്ലോ. ഓക്കെ, PX എന്ന് പറഞ്ഞാൽ മിസ്സിംഗ് പ്രസിപ്പിറ്റേഷന്റെ വാല്യൂ, സ്റ്റേഷൻ എക്സിന്റെ മിസ്സിംഗ് പ്രസിപ്പിറ്റേഷൻ. NX എന്ന് പറയുന്നത് ആ എക്സിന്റെ നോർമൽ പ്രസിപ്പിറ്റേഷൻ വാല്യൂ. P1 P2 എന്ന് പറയുന്നത് 1 2 എന്ന സ്റ്റേഷൻസിന്റെ പ്രസിപ്പിറ്റേഷൻ വാല്യൂ. N1 N2 എന്ന് പറയുന്നത് ആ 1 2 എന്ന സ്റ്റേഷന്റെ നോർമൽ പ്രസിപ്പിറ്റേഷൻ വാല്യൂ. ഓക്കെ, അപ്പം നമുക്കൊരു പ്രോബ്ലം നോക്കാം, നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. അപ്പം പ്രസിപ്പിറ്റേഷൻ സ്റ്റേഷൻ എക്സ് വാസ് ഇൻഓപ്പറേറ്റീവ് ഫോർ പാർട്ട് ഓഫ് എ മന്ത് ഡ്യൂറിങ് വിച്ച് എ സ്റ്റോം ഒക്കെ. അപ്പം അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എക്സ് എന്ന സ്റ്റേഷനിലത്. അപ്പം റെസ്പെക്റ്റീവ് സ്റ്റോം അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് റെയിൻഫോൾ നടന്ന സമയത്ത് 3 സറൗണ്ടിങ് സ്റ്റേഷൻസ് ABC അവിടുത്തെ വാല്യൂ നമുക്കുണ്ട്. പിയുടെ വാല്യൂ PAയുടെയും PBയുടെയും PCയുടെയും വാല്യൂ നമുക്കുണ്ട്.
ദ നോർമൽ ആനുവൽ precipitation എമൗണ്ട് ഓഫ് സ്റ്റേഷൻ എക്സ് എ ബി സി അതും തന്നിട്ടുണ്ട്. NXും NAയും NBയും NCയും നമുക്ക് തന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റ് ദി precipitation ഫോർ സ്റ്റേഷൻ എക്സ്, PXന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ എക്സാമ്പിൾ. അപ്പോൾ ആദ്യം എന്തെടുക്കണം, നമ്മുടെ എക്സ് എന്ന സ്റ്റേഷൻ്റെ നോർമൽ ആനുവൽ precipitation എന്ന് പറയുന്നത് എത്രയാണ്, NXന്റെ വാല്യൂ എത്രയാണ്, 978 mm. ഓക്കെ, ഇനി അതിന് 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്, 97.8. ഇനിയും അതിനോട് ആഡ് ചെയ്യണം. മാക്സിമം പെർമിസിബിൾ വാല്യൂ എന്ന് പറയുന്നത് 978 പ്ലസ് 97.8 എന്ന് പറയുന്നത് 1075.8 mm എന്ന് കിട്ടും. ഇനിയും ആ വാല്യൂവിനേക്കാളും കൂടുതലായിട്ട് ഏതെങ്കിലും വാല്യൂ ഉണ്ടോ നോക്കുക. വാല്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, രണ്ടെണ്ണം ഉണ്ടല്ലേ, 1120 ഉണ്ട്, 1200 ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കൂടുതലായാൽ നമുക്ക് അവിടെ നോർമൽ റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട്, അപ്പോൾ നമുക്ക് അവിടെ നോർമൽ റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ ആ ഒരു നോർമൽ റേഷ്യോൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10% കൂടുതലുണ്ട്. അപ്പം സോ ഹിയർ വി വിൽ യൂസ് ഏതാ, നോർമൽ റേഷ്യോ മെത്തേഡ് യൂസ് ചെയ്തു. അപ്പം ആ ഇക്വേഷൻസ് എഴുതുക. ഇവിടെ കണ്ടോ, PX ബൈ NX എന്നല്ലേ നമ്മൾ ഇക്വേഷൻ പറഞ്ഞ സംഭവം അത് തന്നെയാണ് കേട്ടോ. NX അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേ ഉള്ളൂ, നിങ്ങൾ എങ്ങനെയാണെങ്കിലും എഴുതിയാലും മതി. അപ്പം 3 എണ്ണത്തിന് നമുക്കുണ്ടല്ലേ 1/n, സ്മോൾ n എന്ന് പറഞ്ഞാൽ 3 അല്ലേ, സറൗണ്ടിങ് നിയർ ബൈ സ്റ്റേഷൻസ്, അതാണ് 1/3. പിന്നെ P1ന്റെ വാല്യൂ നമുക്ക് അറിയാലോ, PAയുടെ വാല്യൂ 107 ഡിവൈഡ് ബൈ ആ പർട്ടിക്കുലർ നോർമൽ റേഷ്യോ എത്രയാണ്, 1120. അത് ചെയ്യുക, 3 വെച്ച് ഡിവൈഡ് ചെയ്യുക, NX വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, നമുക്ക് 95.3 mm എന്ന് കിട്ടും. ഇതാണ് ആ പർട്ടിക്കുലർ ഏരിയയിലെ എക്സ് എന്ന സ്റ്റേഷന്റെ മിസ്സിംഗ് ഡാറ്റ, 95.3. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, അപ്പോൾ ആ 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, രണ്ടും ചെയ്യുക. ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 1ഉം 2ഉം അപ്പം നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതുന്നതിൻ്റെ കൂടെ ഈ 2 പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനും കൂടെ എഴുതി അപ്ലോഡ് ചെയ്യണം, കേട്ടല്ലോ. ഇനി മൂവിങ് ഓൺ ടു അടുത്ത പോർഷൻ, ഇൻഫിൽട്രേഷൻ. അപ്പം ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോസസ് ബൈ വിച്ച് വാട്ടർ എൻറ്റേഴ്സ് ദി സർഫസ് ട്രാക്ട് ഓഫ് ദ സോയിൽ. പിന്നെ അത് അങ്ങനെ പോയി മൂവ് ചെയ്ത് അത് ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എത്തും. അപ്പം നമുക്കറിയാലോ അല്ലേ, മഴക്കാലത്തൊക്കെ നമ്മുടെ കിണറ്റിലൊക്കെ വെള്ളം കൂടും. അതെങ്ങനെയാണ്, ഈ മഴയായിട്ട് വീഴുന്ന റെയിൻഫോള് താഴോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്ത് പോയി അത് ഗ്രൗണ്ട് വാട്ടറിൽ എത്തുന്നു. ഗ്രൗണ്ട് വാട്ടർ അപ്പം റൈസ് ചെയ്ത് നമ്മുടെ കിണറ്റിലൊക്കെ വെള്ളം കൂടുന്നു. ഓക്കെ, അപ്പം ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ റെപ്ലിഷ് ചെയ്യാൻ കൂട്ടാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ ദ ഇൻഫിൽട്രേറ്റഡ് വാട്ടർ ആദ്യം എന്താ വെച്ചാൽ മീറ്റ് ചെയ്യുന്നത് ശരിക്കും സോയിലിൽ എന്തെങ്കിലും മോയ്സ്ചർ ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സോയിൽ ഇപ്പം അങ്ങ് വരണ്ടിരിക്കുന്ന സോയിലാണെങ്കിൽ ആ ഒരു വരൾച്ച മാറാൻ വേണ്ടി ആയിരിക്കും ആദ്യം പെയ്യുന്ന ആ ഒരു റെയിൻഫോള് ആ സോയിലിൻ്റെ മോയ്സ്ചർ ഡെഫിഷ്യൻസി ഒക്കെ ആയിരിക്കും ആദ്യം മീറ്റ് ചെയ്യുന്നത്. എന്നിട്ടാണ് പിന്നെ വരുന്ന പിന്നെയും നല്ല മഴയുണ്ടെങ്കിൽ പിന്നെ ആ വാട്ടർ ഗ്രൗണ്ട് വാട്ടറിലോട്ട് ചെല്ലുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ഇൻഫിൽട്രേറ്റഡ് വാട്ടറിനെ നമുക്ക് പെർക്കുലേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം ആദ്യത്തെ ഒരു ഫിഗർ അത് ജിഫാണ് കേട്ടോ. റെയിൻഫോൾ ഉണ്ടാവുന്നു, അത് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഗ്രൗണ്ട് വാട്ടർ ചെല്ലുന്നു, അതിൻ്റെ ഒരു ഇമേജ്. അടുത്ത ഫിഗർ എന്ന് പറഞ്ഞാൽ എഴുതിയിരിക്കുന്നുണ്ടോ, ലെസ് ഇൻഫിൽട്രേഷൻ ആയിരിക്കും എവിടെ, നോൺ പോറസ് ആയിട്ടുള്ള സോയിൽ അല്ലെങ്കിൽ റോക്ക് ഒക്കെ ആണെങ്കിൽ അവിടെ ഇൻഫിൽട്രേഷൻ ഇറങ്ങിപ്പോകുന്നത് കുറവായിരിക്കുമല്ലോ, അവിടെ ഇറങ്ങിപ്പോകാൻ എളുപ്പത്തിൽ പറ്റത്തില്ല. പക്ഷെ പോറസ് സോയിൽ അല്ലെങ്കിൽ റോക്ക് ഒക്കെ ആണെങ്കിൽ അവിടെ ഇൻഫിൽട്രേഷൻ കൂടുതലായിരിക്കും. ഓക്കെ, അടുത്തത് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി ഓഫ് എ സോയിൽ എന്താണ്. അപ്പോൾ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം റേറ്റ് അറ്റ് വിച്ച് സോയിൽ ഈസ് കേപ്പബിൾ ഓഫ് അബ്സോർബിങ് വാട്ടർ. എന്തുമാത്രം മാക്സിമം റേറ്റിൽ ആ സോയിലിന് വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നും പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് വാട്ടർ ഇൻഫിൽട്രേറ്റ്സ് ഇൻ ടു ദി ഗ്രൗണ്ട്, അങ്ങനെയും പറയാം. ജസ്റ്റ് വാട്ടർ എങ്ങനെയാണ് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നത്, ഏത് റേറ്റിലാണ് പോകുന്നത്, അതിനെ നമുക്ക് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി എന്ന് പറയാം. എഫ് എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, സെൻറ്റിമീറ്റർ പെർ അവർ അല്ലെങ്കിൽ mm പെർ അവറിൽ നമുക്ക് യൂണിറ്റ് പറയാം. അപ്പം സോയിൽ ഡ്രൈ ആണെങ്കിൽ അവിടെ ഇൻഫിൽട്രേഷൻ റേറ്റ് കൂടുതലായിരിക്കും അല്ലേ, ദാൻ മോയിസ്റ്റ് ആയിട്ടുള്ള വെള്ളമുള്ള സോയിലോട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് റേറ്റ് കൂടുതലായിരിക്കും ഡ്രൈ സോയിലാണെങ്കിൽ. ഓക്കെ, ഇനി അടുത്തത് ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കർവ് അല്ലെങ്കിൽ IC കർവ്. ഓക്കെ, അപ്പം IC കർവ് എന്ന് പറഞ്ഞാൽ ഫോർ എ ഗിവൻ സോയിൽ ഫോർമേഷൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ബിറ്റ്വീൻ ഇൻഫിൽട്രേഷൻ റേറ്റും അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റിയും ടൈമും തമ്മിലുള്ള ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കർവ് എന്ന് പറയുന്നത്. ഇൻഫിൽട്രേഷൻ റേറ്റ് എന്ന് പറയുന്നത് ബിഗിനിങ്ങിൽ ഇൻഫിൽട്രേഷൻ റേറ്റ് എപ്പോഴും കൂടുതലായിരിക്കും, പിന്നെ അങ്ങോട്ട് ടൈം ചെല്ലുന്തോറും ആ ഇൻഫിൽട്രേഷൻ റേറ്റ് അങ്ങ് കുറഞ്ഞു വരും. അതാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ടൈമിൽ
1ഉം 2ഉം 0 ആയിരിക്കുമ്പം ഏറ്റവും കൂടുതലായിരിക്കും. പിന്നെ പിന്നെ ടൈം അങ്ങ് കൂടുന്തോറും ആ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കുറഞ്ഞു അല്ലേ? റെയിൻഫോള് ആദ്യം തുടങ്ങുമ്പോഴല്ലേ വാട്ടർ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങി സോയിലോട്ട് പോകുന്നത്. മഴ അങ്ങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഒത്തിരി നേരം കഴിയുമ്പോൾ വെള്ളം അങ്ങ് ഇറങ്ങത്തില്ല. വെള്ളം പിന്നെ മേളിൽ തന്നെ അങ്ങ് കെട്ടിക്കിടക്കും, എർത്തിന്റെ സർഫസ് തന്നെ. ആദ്യമേ മഴ പെയ്യുമ്പം വെള്ളം പെട്ടെന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് സോയിലോട്ട് ചെല്ലും. ഓക്കെ, ആ ഒരു കാര്യം തന്നെയാണ് ഇത്. ഓക്കെ, ഇനി അടുത്തത് ഇൻഫിൽട്രേഷൻ എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഇൻഫിൽട്രോമീറ്റർ എന്ന ഡിവൈസാണ് നമ്മൾ ഇൻഫിൽട്രേഷൻ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് വൺ ഓഫ് ദി മെത്തേഡാണ് കേട്ടോ. അപ്പം ടൈപ്പ് ഓഫ് ഇൻഫിൽട്രോമീറ്റർ 2 ടൈപ്പ് ഉണ്ട്. ഫ്ലഡിംഗ് ടൈപ്പ് ഇൻഫിൽട്രോമീറ്ററും റെയിൻഫോൾ സിമുലേറ്ററും. ഈ ഫ്ലഡിംഗ് ടൈപ്പ് തന്നെ സിംഗിൾ റിംഗ് ഇൻഫിൽട്രോമീറ്ററും ഉണ്ട്, ഡബിൾ റിംഗും ഉണ്ട്. ഓക്കെ, ഇനിയും ഞാൻ പറഞ്ഞല്ലോ ഇൻഫിൽട്രേഷൻ കണ്ടുപിടിക്കാൻ ഇൻഫിൽട്രോമീറ്റർ യൂസ് ചെയ്യാമെന്ന്. അതുകൂടാതെ തന്നെ നമുക്ക് ഗ്രാഫ്സ് ഒക്കെ വെച്ചിട്ടും ഇൻഫിൽട്രേഷൻ കണ്ടുപിടിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഹൈറ്റോഗ്രാഫ്, പിന്നെ ഹൈഡ്രോഗ്രാഫ്, അത് നമുക്ക് ഇനിയും പഠിക്കാനുള്ള കാര്യം. അതൊക്കെ ഗ്രാഫ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻഫിൽട്രേഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഇൻഫിൽട്രോമീറ്റർ യൂസ് ചെയ്തും കണ്ടുപിടിക്കാം. അപ്പം ഇതിലെ ഇൻഫിൽട്രോമീറ്റർ നേരത്തെ പറഞ്ഞ പോലെ 2 ടൈപ്പ് ഉണ്ട്. ഫ്ലഡിംഗ് ടൈപ്പും ഉണ്ട്, റെയിൻഫോൾ സിമുലേറ്ററും ഉണ്ട്. അപ്പോൾ ഫ്ലഡിംഗ് ടൈപ്പ് ഇൻഫിൽട്രോമീറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വാട്ടറിനെ ഒരു ഷീറ്റ് പോലെ അങ്ങ് അപ്ലൈ ചെയ്യുവാണ്. സംഭവം എന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഫ്ലഡിംഗ് നടത്തും. വാട്ടർ ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ഡെപ്തിൽ ഇങ്ങനെ കെട്ടിക്കിടക്കാൻ നമ്മൾ അനുവദിക്കും. എന്നിട്ട് എത്ര നേരം കൊണ്ടാണ് അത് താന്നു പോകുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പം ഇത് 2 ടൈപ്പ് ഉണ്ട്, സിംഗിൾ റിംഗും ഉണ്ട്, ഡബിൾ റിംഗും ഉണ്ട്. നമുക്ക് സിലബസിൽ ഡബിൾ റിംഗ് പഠിക്കാനാണ് ഉള്ളത് കേട്ടോ. ഇൻഫിൽട്രേഷന്റെ മെഷർമെന്റിനെ പറ്റി അവർ പറഞ്ഞിരിക്കുന്നത് ഡബിൾ റിംഗ് ഇൻഫിൽട്രോമീറ്റർ പഠിക്കാനാണ്. അപ്പൊ നമുക്ക് അതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. ഇനി റെയിൻഫോൾ സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ വാട്ടർ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുവാണ് യൂണിഫോം റേറ്റിൽ. മറ്റടുത്ത് എന്തായാലും ഫ്ലഡ് ചെയ്ത് വെക്കും. ഇവിടെ നമ്മൾ യൂണിഫോം റേറ്റിൽ വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട. ഡബിൾ റിംഗ് ഇൻഫിൽട്രോമീറ്റർ എന്താണെന്ന് നമുക്കിനി നോക്കാം. അപ്പം ഡബിൾ റിംഗ് ഇൻഫിൽട്രോമീറ്റർ എന്ന് പറയുന്നത് കോമൺ മെത്തേഡാണ്. ഇവിടെ നമുക്ക് 2 കോൺസെൻട്രിക് സർക്കിൾസ് അല്ലെങ്കിൽ സർക്കിൾ ഷേപ്പുള്ള റിംഗ് ഉണ്ട്. അതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ടർ ഡയമീറ്റർ 60 സെന്റിമീറ്റർ ആയിരിക്കും. ഇന്നർ ഡയമീറ്റർ അല്ലെങ്കിൽ ഇന്നർ റിംഗിന്റെ ഡയമീറ്റർ 30 സെന്റിമീറ്റർ. ഔട്ടർ റിംഗിൻ്റെത് 60 സെന്റിമീറ്റർ, ഇന്നർ റിംഗിൻ്റെ 30 സെന്റിമീറ്റർ. ഇനി ഈ റിങ്ങിനെ നമ്മൾ സോയിലോട്ട് ഇറക്കി വെക്കും. അപ്പോൾ 50 സെന്റിമീറ്ററോളം ഡെപ്തിലാണ് നമ്മൾ സോയിലോട്ട് ഇറക്കി വെക്കുന്നത്. ഇത് അകത്തോട്ട് കയറ്റുമ്പോൾ നമ്മൾ മാക്സിമം സോയിലിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് കുറയ്ക്കുക. മാക്സിമം കുറച്ചിട്ട് വേണം നമ്മൾ അകത്തോട്ട് ഭൂമിയിലോട്ട് ഇറക്കി വെക്കുന്നത്. ഓക്കെ, ഈ സിംഗിൾ റിംഗ് ഇൻഫിൽട്രോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജിനെ ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡബിൾ റിംഗിലോട്ട് വന്നത് തന്നെ. സിംഗിൾ റിംഗിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒറ്റ റിംഗല്ലേ ഉള്ളൂ. അപ്പോൾ അതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ആ റിംഗിൽ നിന്ന് വാട്ടർ ഇങ്ങനെ നമുക്ക് ശരിക്കും വേണ്ടത് എന്താണ്? താഴോട്ട് വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഒറ്റ റിംഗിലോട്ട് വെള്ളം ഇങ്ങനെ ഒഴിച്ചു വെക്കുമ്പം ഈ സൈഡിലോട്ട് ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് വാട്ടർ അവിടെ നടക്കും അല്ലേ? വെള്ളം സൈഡിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനെ ശരിയാക്കാൻ വേണ്ടിയാണ് ഡബിൾ റിംഗ് വെച്ചതും 2 റിംഗിനകത്തും വെള്ളം ഒഴിക്കാൻ വേണ്ടി നമ്മൾ ഇനി പറയാൻ പോവാ പ്രൊസീജിയർ. അപ്പോൾ 2 റിംഗിലും വെള്ളം ഒഴിച്ചു വെക്കുന്നത്. അപ്പം അങ്ങനെ ഒഴിച്ചു വെക്കുമ്പോൾ മാക്സിമം ആ ഒരു ലാറ്ററൽ മൂവ്മെന്റ് ഓഫ് വാട്ടർ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അവിടെ ജസ്റ്റ് ആ ഒരു റിംഗിൽ മാത്രമേ, അതിൽ ഇന്നർ റിംഗ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ റിംഗിലെ കാര്യം മാത്രം നമുക്ക് നോക്കിയാൽ മതി. അതും അവിടെ കൂടുതലും വെർട്ടിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റേ ഉള്ളായിരിക്കും, ലാറ്ററൽ മൂവ്മെന്റ് അവിടെ കുറവായിരിക്കും ഡബിൾ റിംഗ് യൂസ് ചെയ്താൽ. അതുപോലെ തന്നെ ആ ഡബിൾ റിംഗിനകത്തും വെള്ളം ഒഴിക്കുന്നുണ്ട്, സെക്കൻഡ് റിംഗിനകത്തും ഔട്ടർ റിംഗിനകത്തും. ഓക്കെ, അപ്പോൾ അവിടെ അകത്തുനിന്ന് പുറത്തോട്ട് വരുന്നത് അവിടെ കുറവായിരിക്കും ലാറ്ററൽ മൂവ്മെന്റ്. ഓക്കെ, പ്രൊസീജിയർ നോക്കാം. അപ്പം ഇതിൽ പറയുന്നത് മെഷർമെന്റ് ഇസ് ടേക്കൺ ഇൻ ദി ഇന്നർ സിലിണ്ടർ അല്ലെങ്കിൽ ഇന്നർ റിംഗിലെ മെഷർമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഔട്ടർ റിംഗ് നമ്മൾ ജസ്റ്റ് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇന്നർ റിംഗിൽ ഫ്ലോ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ് വേണ്ടത്, ലാറ്ററൽ മൂവ്മെന്റ് പാടില്ല. അപ്പം അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഔട്ടർ റിംഗ് കൊടുക്കുന്നത്, അതിൽ വെള്ളം കൊടുക്കുന്നത്. ഓക്കെ, അപ്പം വാട്ടർ ഈസ് സപ്ലൈഡ് ഇൻ ബോത്ത് ദി ഇന്നർ ആൻഡ് ഔട്ടർ റിംഗ്സ് ടു എ കോൺസ്റ്റന്റ് ഡെപ്ത്. രണ്ടിലും നമ്മൾ ഒരേ ഡെപ്തിൽ കൊടുക്കും വെള്ളം. 5 സെന്റിമീറ്റർ ആയിരിക്കും മിക്കവാറും കൊടുക്കുന്നത്. എന്നിട്ട് അറ്റ് ദിസ് മൊമെന്റ് ദ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ടൈം നോട്ട് ചെയ്യും. എപ്പോഴാണ് വാട്ടർ ലെവൽ ഒരു 1 സെന്റിമീറ്റർ കുറയുമ്പം നമ്മൾ എത്ര നേരം കൊണ്ടാണ് 1 സെന്റിമീറ്റർ കുറഞ്ഞത് എന്ന് നമ്മൾ നോട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് പിന്നെയും വെള്ളം ആഡ് ചെയ്യും. ഈ 5 സെന്റിമീറ്റർ എത്തുന്ന അത്രയും വെള്ളം ആഡ് ചെയ്യും. അപ്പം എന്തുമാത്രം വെള്ളം ആഡ് ചെയ്ത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യണം, ആ വോളിയം നോട്ട് ചെയ്യണം. അപ്പം ദ വാട്ടർ ഡെപ്ത് ഇൻ ദി ഇന്നർ ആൻഡ് ഔട്ടർ റിംഗ് ഷുഡ് ബി കെപ്റ്റ് സെയിം ഡ്യൂറിംഗ് ദി എൻറ്റയർ ഒബ്സർവേഷൻ പീരീഡിൽ. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഔട്ടർ റിംഗിലും കൂടെ ഒഴിച്ചു കൊടുക്കണം രണ്ടാമത്തെ പ്രാവശ്യം ഒഴിക്കുമ്പോൾ. വോളിയം ഓഫ് വാട്ടർ ആഡഡ് ടു ദി ഇന്നർ റിംഗ് അറ്റ് സക്സസീവ് ടൈം ഇന്റർവൽ ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഡെപ്ത്.
അത് നമ്മൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ആ വോളിയം നമ്മൾ നോട്ട് ചെയ്തിടണം. ആദ്യത്തെ പ്രാവശ്യം ഇത്രയും ഒഴിച്ചു, പിന്നെയും ആ ഒരു വോളിയം നമ്മൾ പിന്നെ ഇത്രയും കൂടെ ഒഴിച്ചു, അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഔട്ടർ റിങ്ങിൽ ഒഴിക്കുന്ന വെള്ളത്തിന്റെ കാര്യം നമ്മൾ നോട്ട് ചെയ്യേണ്ട, ഇന്നർ റിങ്ങിൽ മാത്രം മതി. ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യണം ടിൽ എ കോൺസ്റ്റന്റ് ഇൻഫിൽട്രേഷൻ റേറ്റ്. ആ ഒഴിക്കുന്ന വാട്ടറിന്റെ എമൗണ്ട് ഒരു കോൺസ്റ്റന്റ് ആകുന്നവരെ നമ്മൾ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണം. ആ ഒരു എമൗണ്ട് ഒഴിക്കുന്നത് കോൺസ്റ്റന്റ് ആകുക എന്ന് പറയുന്നത് അവിടെ ഇൻഫിൽട്രേഷൻ റേറ്റ് കോൺസ്റ്റന്റ് ആവുക എന്നാണ്. ആ റേറ്റ് അകത്തോട്ട് കയറി പോകുന്നത് ആദ്യമേ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം പെട്ടെന്ന് താന്നുകാന്ന് പോകും. പിന്നെ പതുക്കെ നമ്മളിത് എങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അകത്തോട്ട് വെള്ളം ഇറങ്ങുന്നത് ഒത്തിരി സമയം എടുത്തിട്ടായിരിക്കും. ആ എമൗണ്ട് നമുക്ക് നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റേറ്റ് കോൺസ്റ്റന്റ് ആയി നമുക്ക് മനസ്സിലാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്കൊരു പ്രോബ്ലം നോക്കാം. ആ പ്രോബ്ലം നോക്കുമ്പോൾ നമുക്ക് ആ പ്രൊസീജിയർ കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടോ. അപ്പം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഫോളോയിങ് ഒബ്സർവേഷൻസ് വെർ ടേക്കൺ ഫ്രം എ ഡബിൾ ഇൻഫിൽട്രോമീറ്റർ വിത്ത് ഇൻസൈഡ് റിങ്ങിന്റെ ഡയമീറ്റർ 30 സെന്റിമീറ്റർ ആണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്ലോട്ട് ദി IC അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കർവ് വരയ്ക്കുക, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് ഇൻഫിൽട്രേഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് കമ്പ്യൂട്ട് ദി ആവറേജ് ഇൻഫിൽട്രേഷൻ ഫോർ ദി ഫസ്റ്റ് 10 മിനിറ്റ്സും ഫസ്റ്റ് 30 മിനിറ്റ്സിന്റെ ആവറേജ് ഇൻഫിൽട്രേഷൻ റേറ്റും കണ്ടുപിടിക്കാൻ. ക്വസ്റ്റിനകത്ത് അപ്പം ഇങ്ങനെ ഒരു ചെറിയ ടേബിൾ വന്നിട്ടുണ്ട്. ടൈം 30 മിനിറ്റ്സ്, ക്യൂമുലേറ്റീവ് വോളിയം സെന്റിമീറ്റർ ക്യൂബിൽ വന്നിട്ടുണ്ട്. ക്യൂമുലേറ്റീവ് വോളിയം എന്ന് പറയുന്നത് എന്താ? ആഡ് ചെയ്ത് ആദ്യം തൊട്ടുള്ളത് ആഡ് ചെയ്ത് പോകും. എന്ന് വെച്ചാൽ 0 ടൈമിൽ മിനിറ്റിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തില്ല. 2 മിനിറ്റ് ആയപ്പോൾ നമ്മൾ വെള്ളം താന്നു കേട്ടോ. 5 സെന്റിമീറ്റർ ആയത് അതങ്ങ് താന്നു, അപ്പം നമ്മൾ വെള്ളം ആഡ് ചെയ്തു. അതാണ് 200 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ നമ്മൾ ആഡ് ചെയ്തു. 5 മിനിറ്റ് ആയപ്പം പിന്നെയും താന്നു, അപ്പം നമ്മൾ എത്രയോ വാട്ടർ ആഡ് ചെയ്തു. പക്ഷെ നമ്മൾ മൊത്തത്തിലുള്ള ആ 200 എന്ന വാല്യൂ ഇല്ലേ, അതിന്റെ കൂടെ നമ്മൾ എത്രയോ ആഡ് ചെയ്തു. അപ്പം മൊത്തം 5 മിനിറ്റ് കൊണ്ട് മൊത്തത്തിൽ നേരത്തെ ആഡ് ചെയ്ത് 200 കൂടാതെ വേറെ എത്രയോ കൂടെ ആഡ് ചെയ്തു. അത് എത്രയാണെന്ന് പറയുന്നില്ല. മൊത്തം നമ്മൾ എന്തായാലും 470 ആഡ് ചെയ്തു. അതുപോലെ തന്നെ 10 മിനിറ്റ് ആയപ്പം നേരത്തെ ആഡ് ചെയ്ത വാല്യൂ ഇല്ലേ, അതിന്റെ കൂടെ തന്നെ നമ്മൾ ആഡ് പറയുവാണ് 840. അപ്പം മൊത്തവും ഈ 3 പ്രാവശ്യം കൂടെ നമ്മൾ 840 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ ആഡ് ചെയ്തു. അങ്ങനെ ക്യുമുലേറ്റീവ് വാല്യൂ ആണ്. അല്ലാതെ ഇപ്പം 10ാമത്തെ മിനിറ്റിൽ പോയിട്ട് 840 സെന്റിമീറ്റർ ക്യൂബ് ആഡ് ചെയ്തു എന്നല്ല, ആഡ് ചെയ്തുള്ള വാല്യൂ ഒഴിച്ചു കൊടുത്തു എന്നുള്ളതല്ല. നമ്മൾ ആദ്യം തൊട്ടുള്ള ആ ഒരു 200ന്റെ കൂടെ 200 ആദ്യം ആഡ് ചെയ്തായിരുന്നു, അതിന്റെ കൂടെ എത്രയോ കൂടെ ആഡ് ചെയ്ത് മൊത്തം ഇപ്പം 470 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ആഡ് ചെയ്തു. അതുപോലെ തന്നെ 10 മിനിറ്റ് ആയപ്പം നേരത്തെ ആഡ് ചെയ്ത ആ 470 സെന്റിമീറ്റർ ക്യൂബിനോട് നമ്മൾ എത്രയും കൂടെ ആഡ് ചെയ്ത് മൊത്തം ഇപ്പം 840 സെന്റിമീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ആ ഒരു വാല്യൂ ആണ് കേട്ടോ. അപ്പം നമുക്ക് അതിനെ ഇൻക്രിമെന്റ് ആക്കണം. നമ്മുടെ ഓരോ ടൈമിലുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അത് ടേബിളിൽ ആൻസറിൽ കാണിച്ചു തരാം. അപ്പം ആദ്യമേ എന്താ എടുക്കേണ്ടത്? ഏരിയ കണ്ടുപിടിക്കണം അല്ലേ. അപ്പം ഏരിയ എന്ന് പറയുന്നത് ഇൻഫിൽട്രോമീറ്ററിന്റെ ഏരിയ, ഇന്നർ റിങ്ങിന്റെ. അപ്പം π/4 d² ചെയ്ത പോലെ π/4 30² ചെയ്യുമ്പം അത്രയും സെന്റിമീറ്റർ സ്ക്വയർ ഏരിയ കിട്ടി. ഇനി ബാക്കി മറ്റേ 2 ടേബിളിലെ ചെറിയ ടേബിളിനെ നമ്മൾ ഇങ്ങനത്തെ ടേബിളാക്കി ടൈം എഴുതുക. എന്നിട്ട് ടൈമിന് എന്ന് പറയുന്നത് മിനിറ്റിലുള്ള ടൈം തന്നിരിക്കുന്നത് അല്ലേ, നമുക്കതിനെ അവർ ആക്കണം. അതുകൂടാതെ തന്നെ ഇൻക്രിമെന്റൽ ടൈം കണ്ടുപിടിക്കണം. ഇതിനിടയ്ക്ക് എത്ര ടൈം ഉണ്ട്, ആ ഒരു ബിറ്റ്വീനുള്ള ടൈം കണ്ടുപിടിക്കണം. അപ്പം 0 അതേപോലെ എഴുതി. പിന്നെ 2 മൈനസ് 0 എന്ന് പറയുന്നത് 2 തന്നെയല്ലേ. അപ്പോൾ 2നെ ഡിവൈഡ് ബൈ 60 ചെയ്യുമ്പോൾ നമുക്ക് 0.033 അവർ കിട്ടും. ഇനി അടുത്ത എന്ന് പറയുന്നത് 5 മിനിറ്റ് അല്ലേ. 5 മൈനസ് 2 എത്ര? 3 അല്ലേ. 3 മിനിറ്റിനെ അവർ ആക്കുമ്പോൾ 3 ഡിവൈഡ് ബൈ 60 ചെയ്യുമ്പം 0.0500 കിട്ടും. അടുത്തത് 10 മിനിറ്റ് അല്ലേ. 10 മൈനസ് 5 എന്ന് പറയുന്നത് 5 ആണ്. 5 മിനിറ്റിനെ അവർ ആക്കുമ്പോൾ ഡിവൈഡ് ബൈ 60 ചെയ്യുമ്പം 0.0833 കിട്ടും. അങ്ങനെ 20 മൈനസ് 10 കിട്ടും. 10നെ അവർ ആക്കുമ്പോൾ 10 മിനിറ്റിനെ അവർ ആക്കുമ്പോൾ ഡിവൈഡ് ബൈ 60 ചെയ്യുമ്പോൾ 1667 കിട്ടും. അങ്ങനെ ആ അവർ ആക്കി എഴുതുള്ളത് ഇൻക്രിമെന്റ് വാല്യൂ അല്ല എഴുതുക, ടൈമിന്റെ ഇൻക്രിമെന്റൽ വാല്യൂ. ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് 2നെ 60 ഡിവൈഡ് ചെയ്ത് അല്ല 5നെ 60 ഡിവൈഡ് ചെയ്യുമല്ല, ഇൻക്രിമെന്റ് വെച്ചിട്ട് 5 മൈനസ് 2, 10 മൈനസ് 5, 20 മൈനസ് 10 അങ്ങനെ മൈനസ് ചെയ്തതിനെ അവർ ആക്കി ആ ടേബിൾ ആ ഒരു കോളം ഫില്ല് ചെയ്തു. അടുത്തത് ക്യൂമുലേറ്റീവ് വോളിയം ഓഫ് വാട്ടർ ആഡ്. അത് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആ വിയുടെ വാല്യൂ സെന്റിമീറ്റർ ക്യൂബിൽ അത് അതേപോലെ എഴുതുക. എന്നിട്ട് നമുക്ക് ക്യൂമുലേറ്റീവ് വോളിയം അല്ലേ കയ്യിലുള്ളത്. അപ്പം നമുക്ക് കിട്ടാൻ പോകുന്ന ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത് ക്യൂമുലേറ്റീവ് ഇൻഫിൽട്രേഷൻ ആയിരിക്കും. എഫിന്റെ വാല്യൂ അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സെന്റിമീറ്ററിൽ എങ്ങനെ കിട്ടും? നമുക്ക് വോളിയം ഡിവൈഡ് ബൈ ഏരിയ ചെയ്യുമ്പം അപ്പം നമുക്ക് ക്യൂമുലേറ്റീവ് വോളിയം നമുക്ക് ഉണ്ടല്ലോ അല്ലെ, 200 470. അപ്പൊ 200 ഡിവൈഡ് ബൈ ഏരിയ എത്രയാ? 706.86 ഡിവൈഡ് ചെയ്യുമ്പോൾ 0.283. 470 ഡിവൈഡ് ബൈ 706 ചെയ്യുമ്പം 0.665.
840 ഡിവൈഡ് ബൈ ഏരിയ സെയിം ആ ഏരിയ ചെയ്യുമ്പോൾ വാല്യൂ കിട്ടും. അങ്ങനെ ക്യുമുലേറ്റീവ് ഇൻഫിൽട്രേഷൻ കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? ഇൻക്രിമെൻ്റൽ ഇൻഫിൽട്രേഷൻ വേണം. അത് സെയിം നേരത്തെ ആ ടൈം ചെയ്ത പോലെ തന്നെ ആ സീറോയുടെ നേരെയുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇല്ല. നമുക്ക് ഫസ്റ്റ് നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0.283, അത് അതേപോലെ എഴുതുക. എന്നിട്ട് 0.665 ഇല്ലേ ക്യുമുലേറ്റീവ് ഇൻഫിൽട്രേഷൻ്റെ സെക്കൻഡ് വൺ 0.665, അതേ മൈനസ് 0.283 ചെയ്യുമ്പോൾ നമുക്ക് 0.382 കിട്ടും. ഇനി അടുത്തത് 1.188 മൈനസ് 0.665, അത് തൊട്ട് മേലത്തത് അങ്ങനെ മൈനസ് ചെയ്ത് ഇപ്പറേ എഴുതുക. അപ്പോൾ ഇൻക്രിമെൻ്റൽ ഇൻഫിൽട്രേഷൻ ഡെൽറ്റ എഫ് കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? ഇൻഫിൽട്രേഷൻ റേറ്റ് വേണം. അത് കാണുന്നത് എങ്ങനെയാണ്? ഈ ഡെൽറ്റ എഫ് ഇല്ലേ, ആ ഡെൽറ്റ എഫ് ഡിവൈഡ് ബൈ നമ്മുടെ ടൈം ഇല്ലേ, ഡെൽറ്റ ടി കണ്ടുപിടിച്ചില്ലേ, അതിൻ്റെ കൂടെ ഡിവൈഡ് ചെയ്യുക. 0.283 ഡിവൈഡ് ബൈ 0.0333 ഡിവൈഡ് ചെയ്യുമ്പോൾ 8.50 കിട്ടും. 0.382 എന്ന ഇൻക്രിമെൻ്റൽ ഇൻഫിൽട്രേഷൻ ഡിവൈഡ് ബൈ 0.0500 ചെയ്യുമ്പോൾ 7.64 കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്യുക. ആ ഒരു ടേബിള് കംപ്ലീറ്റ് ചെയ്യുക, ആ ഒരു കോളം. അപ്പം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗ്രാഫ് വരയ്ക്കണം. ഗ്രാഫ് വരയ്ക്കുന്നത് ഐസി കർവ് അല്ലെങ്കിൽ ഇൻഫിൽട്രേഷൻ കപ്പാസിറ്റി കർവ് എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിലുള്ള ഗ്രാഫ് നമ്മൾ പറഞ്ഞത്? ഈ ലാസ്റ്റ് കോളം ഇൻഫിൽട്രേഷൻ റേറ്റും ടൈമും തമ്മിലുള്ള. അപ്പം ഈ ലാസ്റ്റ് കോളവും ഫസ്റ്റ് കോളവും തമ്മിൽ ഗ്രാഫ് വരച്ചാൽ മതി. ഓക്കെ, അത് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ കോൺസ്റ്റന്റ് ഇൻഫിൽട്രേഷൻ റേറ്റ് കണ്ടുപിടിക്കാനാണ് അല്ലേ? അടുത്ത ഗ്രാഫ് വരച്ചിട്ട് കോൺസ്റ്റന്റ് ഇൻഫിൽട്രേഷൻ റേറ്റ് കണ്ടുപിടിക്കാനായിരുന്നു. അത് നമുക്ക് ജസ്റ്റ് ഈ കോളത്തിൽ നിന്ന് തന്നെ കിട്ടും. നോക്കിയേ, ഇൻഫിൽട്രേഷൻ റേറ്റ് എപ്പോഴാണ് കോൺസ്റ്റന്റ് ആയത്? ഈ ലാസ്റ്റ് രണ്ടെണ്ണം അല്ലേ, 0.40, പിന്നെയും 0.40 ആയി. ഇനി അടുത്ത ടൈമിൽ നോക്കിയാൽ അതും 0.40 ആയിരിക്കും. അപ്പോൾ അവിടെ കോൺസ്റ്റന്റ് റേറ്റ് എത്രയാണ്? 0.40 cm/h ആയിരിക്കും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഗ്രാഫ് നമ്മൾ വരയ്ക്കും ഇൻഫിൽട്രേഷൻ റേറ്റും ടൈമും വെച്ചിട്ടുള്ളത്. അപ്പം ടൈം മിനിറ്റിലായാലും കുഴപ്പമില്ല. അപ്പം 0 തന്നെയായിരുന്നു. പിന്നെ എത്ര 2 മിനിറ്റിൽ എത്രയായിരുന്നു? 8.5 സംതിങ് ആയിരുന്നു, അത് മാർക്ക് ചെയ്യുക. 5 മിനിറ്റിൽ എത്രയാണ്? 7 പോയിന്റ് സംതിങ് ആയിരുന്നു, അത് മാർക്ക് ചെയ്യുക. അങ്ങനെ മാർക്ക് ചെയ്തെല്ലാം വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു കേവ് വരും, ഇങ്ങനെ ഡിഗ്രീസിങ് കേവ് വരും. പിന്നെ ആ കേവിൻ്റെ ഏറ്റവും ലാസ്റ്റ് 2 പോർഷൻ കണ്ടോ, 2 പോയിന്റ് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പോവുക. അത് ഗ്രാഫിൽ നിന്ന് നമുക്ക് കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റും ലാസ്റ്റ് 2 വാല്യൂ, അല്ലെങ്കിൽ ടേബിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 0.40 എന്ന് പറയുന്നതാണ് കോൺസ്റ്റന്റ് റേറ്റ് ഓഫ് ഇൻഫിൽട്രേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ആവറേജ് റേറ്റ് ഓഫ് ഇൻഫിൽട്രേഷൻ ഫോർ ദി ഫസ്റ്റ് 10 മിനിറ്റ്സ് എന്താണ്? ഫസ്റ്റ് 10 മിനിറ്റ്സ് എന്ന് പറയുന്നത്, അല്ലാതെ 10th മിനിറ്റിലെ ഇൻഫിൽട്രേഷൻ റേറ്റ് എന്നല്ല. ഫസ്റ്റ് 10 മിനിറ്റ്സിൽ ആദ്യത്തേന്നുള്ള ഫസ്റ്റ് 10 മിനിറ്റ്സിലെ ഇൻഫിൽട്രേഷൻ റേറ്റിന്റെ ആവറേജ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അതെന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് 1.188. അത് വന്നെങ്ങനെയാണെന്ന് കാണിക്കാം. നമ്മുടെ ബാക്കിലത്തെ സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, ഇതിൽ കണ്ടോ 10 മിനിറ്റ്സ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ്സിന് നേരെയുള്ള ക്യുമുലേറ്റീവ് ഇൻഫിൽട്രേഷൻ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 1.188 അല്ലേ? അവിടെ ക്യുമുലേറ്റീവ് ഇൻഫിൽട്രേഷൻ നമ്മൾ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഫസ്റ്റ് 10 മിനിറ്റ്സ് എന്നല്ലേ. അപ്പം ആദ്യത്തേന്ന് നോക്കുമ്പോൾ ആദ്യത്തെ 10 മിനിറ്റിനുള്ളിലുള്ള കാര്യമാണ്, അല്ലാതെ 10ാമത്തെ മിനിറ്റിലെ കാര്യമല്ല, ആദ്യത്തെ 10 മിനിറ്റുള്ള. അപ്പോൾ ആ വാല്യൂ ആണ്, അപ്പോൾ ക്യുമുലേറ്റീവ് വാല്യൂ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 1.188 എടുക്കുന്നത്. അപ്പോൾ 1.188 എന്ന് പറഞ്ഞ സെന്റിമീറ്ററിന്റെ കൂടെ എന്തോ ടൈം വെച്ച് ഡിവൈഡ് ചെയ്യണമല്ലോ, അതാണ് cm/h ആണല്ലോ കാണിക്കേണ്ടത്. അപ്പം 1.188 ഡിവൈഡ് ബൈ 10 മിനിറ്റ്, 10 മിനിറ്റിനെ അവർ ആക്കാൻ 10/60 ചെയ്തു. ആ വാല്യൂ ആയിരിക്കും നമുക്ക് അത്രയും cm/h ആയിരിക്കും ഏതാ 10 മിനിറ്റ്സിലെ ആവറേജ് ഇൻഫിൽട്രേഷൻ റേറ്റ്. ഇനി അടുത്തത് ഫസ്റ്റ് 30 മിനിറ്റ്സിലെ കണ്ടുപിടിക്കണം. ഫസ്റ്റ് 30 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഈ ടേബിൾ നേരത്തെ 10 ചെയ്ത പോലെ തന്നെ 30ാമത്തെ മിനിറ്റിലെ 30 മിനിറ്റ്സിന് നേരെയുള്ള ക്യുമുലേറ്റീവ് പ്രസിപ്പിറ്റേഷൻ എത്രയാണ്? ക്യുമുലേറ്റീവ് ഇൻഫിൽട്രേഷൻ എത്രയാണ്? 2.603 അല്ലേ? അപ്പോൾ ഈ 2.603 ഡിവൈഡ് ബൈ 30 മിനിറ്റിനെ അവർ ആക്കണം. ഡിവൈഡ് ബൈ 30 ഡിവൈഡ് ബൈ 60. ആ വാല്യൂ എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഇൻഫിൽട്രേഷൻ ഡിവൈഡ് ബൈ ആ ഒരു 30 മിനിറ്റിനെ അവർ ആക്കി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് ഇൻഫിൽട്രേഷൻ റേറ്റ് ഫോർ ഫസ്റ്റ് 30 മിനിറ്റ് കിട്ടും. അതാണ് നമ്മുടെ അടുത്ത സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്, കണ്ടല്ലോ. 2.603 ഡിവൈഡ് ബൈ 30/60 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അത്രയും cm/h ആവറേജ് റേറ്റ് ഓഫ് ഇൻഫിൽട്രേഷൻ ഫോർ ഫസ്റ്റ് 30 മിനിറ്റ്സും ഫസ്റ്റ് 10 മിനിറ്റ്സും നമുക്ക് കിട്ടും. സോ ഇതായിരുന്നു ഇൻഫിൽട്രോമീറ്ററിൻ്റെ പ്രോബ്ലംസ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്തെടുക്കണം? ഇന്ന് ഈ ഒരു ലെക്ചർ നോട്ട് എഴുതുക. ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട, ജസ്റ്റ് കയ്യിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എഴുതുക പോയിന്റ്സ് ഒക്കെ. എന്നിട്ട് ആ 2 പ്രോബ്ലം ചെയ്യുക. ഈ ലെക്ചർ നോട്ടിൻ്റെ കൂടെ തന്നെ ആ 2 പ്രോബ്ലം ഇല്ല, ഹോംവർക്ക് എന്ന് പറഞ്ഞില്ലേ, ആ 2 പ്രോബ്ലം ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് പ്രോബ്ലം ചെയ്യുന്നതിനുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പം ശരിയെന്നാൽ താങ്ക് യു.